ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പുതിയ പരിപാടിയും കൊണ്ട് തുടങ്ങുകയാണ്. ഈസ്റ്ററാണ്. ഈസ്റ്റർ ഡിന്നർ, നമ്മൾ ഫാമിലിയായിട്ട് ഡിന്നർ ആഘോഷിക്കാൻ പോവാണ്. പക്ഷേ ഞങ്ങൾ ലഞ്ച് ഞങ്ങൾ ലഞ്ചൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷേ ഇന്ന് വൈകിട്ട് ഞങ്ങളൊരു ഡിഫറെൻറ്റ് വെറൈറ്റി ഫുഡ്, അതായത് കുഴിമന്തി പോലൊരു സംഭവം തുടങ്ങാൻ പോവാണ്. ചിക്കൻ കുഴിമന്തിയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൊരു ട്രൈ ചെയ്യുവാണ്. സക്സസ് ആവുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. വി വിൽ ട്രൈ. നമ്മൾ ആദ്യം കുഴി എടുക്കാൻ പോവാണ്. സാധാരണ നമ്മുടെ പാർക്കാണിത്. നമ്മുടെ പാർക്കിനകത്ത് നമ്മൾ കുഴി എടുക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ഇത്രയും വലിപ്പത്തിലൊരു രണ്ടടി വൈ ഒരു നമ്മളൊരു കുഴി എടുത്തു കഴിഞ്ഞു. അതിൻ്റെ അകത്ത് നമ്മളൊരു വിറകൊക്കെ ഇട്ടു. ഇത്രയും വലിയൊരു കുഴിയാണ് നമ്മളെടുത്തേക്കുന്നത്. കുഴിക്കകത്ത് വിറകൊക്കെ ഇട്ടു. വിറകെല്ലാം കൊണ്ടുവന്ന് വിറകൊക്കെ ഇട്ടു. ഒന്ന് തീ കത്തിക്കാൻ പോവുകയാണ്. തീ നല്ലവണ്ണം കത്തുകയാണ്. ഓരോടം വരെ എത്തും. ഇത് ഞങ്ങളുടെ ആയുധങ്ങളാണ്. കുഴികുത്താൻ. ഇതാണ് ഞങ്ങളുടെ പാർക്ക്. വീട്. ഞങ്ങൾ വീഡിയോ പിടിക്കാൻ പറ്റിയില്ല, പക്ഷേ ചിക്കനൊക്കെ ഞങ്ങൾ തയ്യാറാക്കി. അത് വീഡിയോ എടുക്കണം എന്നുള്ളൊരു ചിന്തയില്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ കുക്ക് ജിജി സാം എടുത്തില്ലത്. ഞങ്ങളിനി ചിക്കനൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ആഴി പിന്നെ അത് ഫുൾ ചിക്കനാണ് ഞങ്ങൾ വെച്ചേക്കുന്നത്. മസാലയൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും പിടിക്കാൻ പറ്റിയില്ല. ആഴി തീ അണയാറായി. ഇപ്പോൾ അണഞ്ഞു കഴിഞ്ഞ ഉടനെ ഞങ്ങളത് സംഭവം ചെയ്യും. കനലിൻ്റെ അകത്തോട്ട് എങ്ങനെ വെക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അതുകൊണ്ട് നമ്മളത് ഒരു ചിക്കൻ എടുക്കുന്നു. അത് വാഴയിൽ കെട്ടാനുള്ള ശ്രമമാണ്. അത് ഒക്കെ പ്രാർത്ഥിച്ചിട്ട് വെക്കാൻ പോവുകയാണ്. ഒരു ചിക്കൻ എങ്ങനെ വെച്ചു. ഇനി എടുത്തേ പറ്റൂ, അത് വലിച്ചെടുക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ തന്നെ വാഴയാണ്. വാഴയിൽ നിന്നും ഞങ്ങളുടെ അപ്പച്ചനുള്ള സമയത്ത് വെച്ച വാഴയാണ്. അപ്പച്ചൻ മരിച്ചുപോയി. അങ്ങനെ 2 എണ്ണം വെച്ചു. 3-ാമത്തേത് വെച്ചു. ഇനി അവസാനം പനീറും വെച്ചു. ഇനി അടുത്ത പരിപാടിയാണ് ടൈല് വെച്ചത്. നമ്മൾ 2.5 മണിക്കൂറിന് ശേഷം തുറക്കാൻ പോവുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്നും അറിയത്തില്ല. എന്നിരുന്നാലും നമ്മൾ നോക്കാം. നല്ലവണ്ണം ഇപ്പോഴും ചുറ്റുപറ്റി പറഞ്ഞേക്കാം. കംപ്ലീറ്റ് മാറ്റിയിട്ട് എടുക്കാം. മണ്ണ് മാറ്റിയിട്ട് ഇല്ലല്ലോ അടയ്ക്കാന്. ഇരുമ്പായിരുന്നു വേണ്ടത്. പെർമനന്റ് സൊല്യൂഷൻ ചെയ്യാനാണെങ്കിൽ ഇത്ര എടുത്ത് കുഴി എടുത്ത് അതിന് മണ്ടയ്ക്കോട്ട് ഇല്ലയോടാ സജ്. ഇതിനകത്ത് നമ്മള് ചുട്ടെടുക്കാം. ഓട്ട എടുക്കുന്നുണ്ട്. അത് ബേസിനപ്പനെ കൊടുത്ത് എടി എടുത്ത് വെക്കാന്. ഇങ്ങനെ വിളിക്കാം. ചൂടാണ്. പിന്നെ അത് ചൂടേ അതിലോട്ട് ചൂടാണ്. അപ്പൊ ചോറും ജ്യൂസ് ചെയ്യാം.
चाचू खा के वेरी गुड Go. ഉപ്പ് വല്ലതും ഉണ്ടോ? How is it? ഉപ്പില്ല. ഉപ്പ് മറ്റേ ഇത് നമുക്ക് മേളിൽ വിട്ടാൽ മതി. നമുക്ക് ബോൾ കൂടെ മുറിച്ചിട്ട് വെന്തു നമുക്കിടാം. അതൊന്ന് നോക്ക്. നീ ഇരുന്ന് കഴിഞ്ഞാല് ഞങ്ങളുടെ കുരുമന്തി എന്താ അല്ല കുഴിമന്തി. കുഴിമന്തി എന്തെങ്കിലും മന്തി സോ ജൂഷി പപ്പ കഴിക്കുന്ന സീൻ ഞാനും പനീർ എടുത്തേ. ഇനി എടുത്തു കഴിഞ്ഞാൽ ജ്യൂസി അല്ലെങ്കിൽ അത് ഇതായി പോകും. ജ്യൂസി ആയിട്ടിരിക്കണം. ഇത് വെള്ളവാ ഇതെന്ത് വെച്ചി പനീർ. നോക്കിയടാ പനീറാണ്. ടേസ്റ്റ് KFC का टेस्ट आ रहा है ഇനി മോനെ ഉപ്പും കുറച്ച് നമ്മുടെ പാപ്പിന്റെ കയ്യിലുണ്ട് മോനെ ഇതിനകം നോക്കണേ എന്തോന്ന്. ജോയെ ചിക്കൻ വെന്നതാ How is it? വീട്ടിൽ കൊണ്ടുപോയി ചിക്കൻ വെന്തോ? വെന്തല്ലോ വെന്തു നാരങ്ങയായിട്ട് വെക്കാം. അല്ല കുഴിക്കാത്ത വീടല്ലേ? അത് കുഞ്ഞിനെ പിടിക്കും ഫ്രഷ് ചില്ലി ഉണ്ടോ? ചില്ലിയും അതും ഒക്കെ ഇടാം. അവനെ വഴക്കുണ്ടാക്കാം. ഞാൻ പക്ഷെ ഉപ്പിട്ടതാ. അയ്യോ എടുത്തു സാരമില്ല. ഇതും കൂടി പിടിച്ചെടുക്കാൻ. ഇതും കൂടി പിടിച്ച് മണ്ടയ്ക്കൊന്ന് പിടിച്ചെടുക്കാൻ. കൈ കൊണ്ടെടുക്കാതെ ഓ നല്ല പീസായി പോയപ്പാ. അത് ഒത്തിരി ഇതായിപ്പോയി. കഴിഞ്ഞു പോയി. സാജ കൈ പൊള്ളാത്തത്. കൈവള്ളി ബടിയാ once more പോട്ടെ ഓ യാ പോട്ടെ പോയി എല്ലാം വന്ന് ക്ലിയർ ആ അടിക്കുവാണ് ഇനി ഒരു പട്ടിമന്തി കഴിക്കാൻ മേലാത്തതുകൊണ്ട് ഞങ്ങൾ അടക്കുകയാണ്. കാരണം മീനിന്റെ സ്മെല്ല് ചിക്കന്റെ സ്മെല്ല് ഉള്ളതുകൊണ്ട് പട്ടി എടുത്തിയാടും. ഞങ്ങളെ ചിക്കൻ എല്ലാരും ബിരിയാണി റൈസ് ആണ് ഇത്. പിന്നെ ഒരു വയറൻ പുട്ടാലും ആണ് ഇത്. പനീർ അമ്മച്ചി എല്ലാം കണ്ടോ പനീർ. പിന്നെ ഇത് അമ്മച്ചി സേല റൈസ് ആണ്. ഇത് വെരി എക്സ്പെൻസീവ് റൈസ് ആണ്. പിന്നെ ഇതാണ് അമ്മച്ചി പയറ് തോരനാണ്. പിന്നെ അമ്മച്ചി ഇത് മാതങ്ങ കറി. ഇത് പിങ്ക് സോൾട്ട്. ഇത് പിങ്ക് സോൾട്ട്. ദിസ് ഈസ് ചിക്കൻ കുഴിമന്തി. കുബൂസ് കണ്ടോ കുബൂസും പനീർ. ഇത് പനീർ വെജെല്ലാം ബേക്ക് ചെയ്താണ്ടോ. പിന്നെ ഇതിനകത്ത് സ്റ്റഫ് ചെയ്യോ? ടേസ്റ്റും കൂടെ പോകും. കുഴപ്പമില്ല. How is your കുഴിമന്തി and chicken? കുഴിമന്തി and kabooz? Mia, chicken कैसे? എങ്ങനെയുണ്ട് ചിക്കൻ? Just tell me. അടിപൊളി. ഇതെന്താണ്? അത് ആവശ്യമുള്ളൂ. പനീർ എല്ലാം ബേക്ക് ചെയ്താണ്. മുളകും പിന്നെ കീരയൊക്കെ എന്ത് ചെയ്യും? അതെല്ലാം ഇതിനടിയിലുണ്ട്. ഇതന്നെ ഓക്കെ എല്ലാം ഉണ്ട് ഇതിനടിയിൽ. എടുത്ത് വെച്ചതേ ഉള്ളൂ. ഇച്ചിരി മസാല ഇടാനായിട്ട് ഇച്ചിരി കുരുമുളക് പൊടി ഇത് റൈസ്. ഇത് പിന്നെയും കണ്ട പിന്നെ ഹലോ എവരി വൺ. ഇന്ന് ഞങ്ങൾ പിന്നെ വളരെ ഒരു 5 മണിക്കൂർ 6 മണിക്കൂറോളം കഷ്ടപ്പെട്ടു ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി. കുഴിമന്തി അടിപൊളിയായിരുന്നു. എണ്ണയൊന്നുമില്ലാതെ കുഴിയിലിട്ട് തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. ഒത്തിരി ഒത്തിരി തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇറച്ചിക്കകത്താണെങ്കിൽ ഞങ്ങൾക്ക് ഉപ്പ് വളരെ കുറവായിരുന്നു. നെക്സ്റ്റ് ടൈം ഞങ്ങളത് ഡെവലപ്പ് ചെയ്യാം. ഞങ്ങൾ ആക്ച്വലി ഇന്ന് റെഡ് ഇത് പറഞ്ഞ റോക്ക് സോൾട്ട് ഞങ്ങളുടെ ജാനു സജു ഗുഡ് ടേസ്റ്റി. എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്.